ഫാമിലിയുടെ ഇമ്പോർട്ടൻസും കൂടെ ഈ സിനിമയിൽ പറയുന്നത്. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എല്ലാം കൃത്യമായിട്ട് തൊട്ടുപോകുന്ന ഒരു സിനിമയാണ്. കോമഡി, സെന്റിമെന്റൽ, ഫാമിലി കോമഡി ദുബായ് കേന്ദ്രീകരിച്ച് ചെയ്ത ഒരു പടമാണ്. എന്തായാലും ഫാമിലിയായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ന്യൂജന്യം നമ്മുടെയൊക്കെ പഴയ മക്കളുണ്ടാവുന്നതായിരുന്നു അച്ഛനമ്മമാരുടെ സ്നേഹം പഴയ ആഴത്തെ കുറിച്ചിട്ട് ഒരു ഫീല് വരാറുണ്ട്. ധ്യാനം എല്ലാ പടത്തിലുള്ള പോലെ തന്നെ ഒരു കോമഡി കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ടു നിർത്തിയത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടു നിർത്തി. എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ തോന്നുന്നത്. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫാമിലി എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ആയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പ്രേക്ഷകരെ വിളിച്ചിരിക്കുന്ന സമയത്ത് ഓക്കെ വർക്കാവുന്നുണ്ട് എന്നൊരു തോന്നുന്നത് ഹാപ്പിയായിരുന്നു. നമ്മുടെ മുകേഷ് തന്നെ ചേച്ചി അവരെ വെച്ചിട്ടൊക്കെ സ്ക്രീൻ പങ്കിടാനുള്ളൊരു ഭാഗ്യമുണ്ടല്ലോ. ബേസിൽ നമ്മൾ അവരുടെ സിനിമ കൊണ്ടാണ് വളർന്നത്. അപ്പോൾ ആ ഒരു അതിനെങ്ങനെ നോക്കിയത് ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ചിത്രശേഷിനൊക്കെ പറയുമ്പോൾ ഞാൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ലേഡി സൂപ്പർ സ്റ്റാറാണ് ചേച്ചി. ഇവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ആ ചേട്ടൻ ഇച്ചിരി സ്ഥലത്ത് പാവം ഈ ചേട്ടൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടാണ്. കാരണം ചേച്ചിയൊക്കെ ഞാനിങ്ങനെ ചേച്ചിയായിട്ട് സെറ്റിലിരുന്ന് സംസാരിക്കുമ്പോഴും ചേച്ചി ഒരു സമയം തന്നെ 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഭയങ്കര സാധുവായിട്ട് ഭയങ്കര സാധുവായിട്ടുള്ള സ്ക്രീൻ ഒക്കെ ഇതിൽ ഭയങ്കര കുട്ടിപ്പണ്ണായിട്ടുള്ള എനിക്ക് ഇതെങ്ങനെയാണ് ചേച്ചി ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഏറ്റവും ടൈം 2 ക്യാരക്ടർ മാറി ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ചേച്ചിയുടെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ പറ്റും. മുകേഷ് ചേട്ടനടുത്താണെങ്കിൽ രണ്ടുപേരും ഞങ്ങളൊരു ടെൻറ്റിൽ ഡെസേർട്ടിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളൊരു ടെൻറ്റിലായിരുന്നു റെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു എല്ലാവരും ഒന്നിച്ച് മുകേഷ് ചേട്ടൻ ചേച്ചി എല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ ഒന്നിച്ചിട്ടുണ്ടാവും ഡെസേർട്ടിൻ്റെ സമയത്ത്. ഇവരുടെ മുകേഷ് ചേട്ടൻ ഉറച്ചിച്ച് ഇവരുടെ ഒരുപാട് പഴയ കഥകളൊക്കെ ഇരുന്ന് പറയും. ഇവരുടെ ഒരുപാട് അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്കതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവർ പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിൻ്റെ ഹ്യൂമർ ആയതുകൊണ്ടും മുകേഷ് ചേട്ടനും മുരളിക്കും ഹ്യൂമറിൽ ഭയങ്കര കിങ് ആയിട്ടുള്ളത് കൊണ്ടും എനിക്ക് ആദ്യം എങ്ങനെയാണ് ഇവരെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു പിന്നെ ഞാൻ പിടിച്ചു നിൽക്കാന്നുള്ളത് വേണ്ട, കാരണം എത്തിത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചിയെടുത്തൊക്കെ. എന്നാലും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ. കാരണം ഇതുവരെ ഞാനൊരു ഹ്യൂമർ ഭയങ്കര കൂളായിട്ടുള്ളൊരു കാര്യം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കതൊന്ന് ശ്രമിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിച്ചു. കുഴപ്പമില്ലാന്ന് തോന്നിയ പടം കണ്ടു. ഈ വിവാഹത്തിന് ശേഷം സജീവമായിട്ട് സിനിമയിൽ സജീവമായിട്ടില്ലേ? അധികം പടമൊന്നും വന്നില്ല. അല്ല, കല്യാണത്തിന് മുമ്പ് ഇതിനൊക്കെ തന്നെയായിരുന്നല്ലോ ഞാൻ അഭിനയിച്ചുകൊണ്ട്. ഞാൻ സെലക്ട് ചെയ്ത് ഓവർ സെലക്ട് ചെയ്യുന്നില്ല. എന്നാലും ആരും വിളിച്ച് പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമില്ല. നല്ല പടങ്ങൾ ചെയ്യണം, നല്ല പടങ്ങളുടെ ഭാഗമാവണമെന്ന് മാത്രമാണ്. കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം അനുരാഗം എന്ന് പറയുന്ന മൂവി റിലീസായിട്ട് എല്ലാ വർഷവും 1-2 പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ അയ്യറിൻ അറേബ്യ പടങ്ങൾ വരാൻ തങ്കമണി റാമിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നറിയില്ല. പിന്നെ FD സാറിൻ്റെ ഓളവും തീർന്നു ഇതൊക്കെയാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത്. അതുപോലെ ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു അടുത്ത പടത്തിൽ. ഞാനും ഷൈനൊക്കെ ഉണ്ടല്ലോ പടത്തിൽ. അതെങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? അതിന് ശേഷം ഞാനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചേട്ടനായിട്ട് ശരിക്കും 3 പടത്തിൽ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഡയറക്ടർ ചെയ്യുന്നൊരു പടത്തിലും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടനായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഈ അനുഭവങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഈവൻ ഷൈൻ ചേട്ടനായിട്ടാണെങ്കിലും കൂടുതൽ ഞാൻ ഷൈൻ ചേട്ടനും വർക്ക് ചെയ്തു. അങ്ങനെ പുതിയ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഫണ്ണായിരുന്നു. പ്രത്യേകിച്ച് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ രസമായിരുന്നു എല്ലാവരും കൂടെ. ഷൂട്ടിങ് ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളെല്ലാവരും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫണ്ണായിരുന്നു. പിന്നെ ഷൈൻ ചേട്ടനെ അറിയാമല്ലോ, എൻ്റർടൈൻമെൻ്റാണ് ആൾ. അതായത് ആദ്യം ഒരു വേദന ഭയങ്കര തമാശ രൂപേണ എന്നാൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സിനിമയാണ്. ഒന്നും ആരും വേദനിപ്പിക്കുന്നുമില്ല.
നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഈ സിനിമയിൽ പറയുന്നു. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എല്ലാം കൃത്യമായിട്ട് തൊട്ടുപോകുന്ന ഒരു സിനിമയാണ്. പിന്നെ മലയാളി അപകടത്തിലേക്ക് എത്താമെന്നുള്ളൊരു സന്ദേശം ലാസ്റ്റ് പറഞ്ഞേക്കുന്നൊരു മൂവിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ലേ എനിക്കിങ്ങനെ. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അടുത്തുള്ള ആൾക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ അവരിരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര ഒരു സന്തോഷം, നോക്കി വർക്കാവുന്നുണ്ട് എന്നത് തോന്നുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണും? എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ കാണണം? ഒരിക്കലും മുതലുള്ളൊരു സിനിമയേ അല്ല. ഞാൻ പറയും ഇതിനകത്ത് കൂടുതലും ഒരു ഹ്യൂമർ കാര്യത്തിലേക്ക് വരണം. അപ്പം ഞാനും ഇതുവരെ ഒരു ഹ്യൂമർ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യണം എന്നൊരു ആർട്ടിസ്റ്റ് കലാകാരി എന്ന നിലയിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇതൊക്കെ ഫാമിലിയായിട്ട് റിലാക്സ്ഡ് ആവാൻ പറ്റുകയും പല കാര്യങ്ങളും ചിന്തിപ്പിക്കാൻ ഈ പറയുന്ന പോലെ റിലാക്സ്ഡ് ആവാം. സീരിയസ് ആയിട്ട് സിനിമ ഏതൊരു ചെറിയ ഗുണമാണ്. നമുക്ക് ഇതൊന്ന് ചിന്തിക്കാനോ ഇതൊന്ന് കൂളായിട്ടിരിക്കാനോ സഹായിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. 10 സിനിമകൾ എൻ്റെ അറിവുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് തിരിച്ച് കോമഡി, ഒരു ഫാമിലി ബേസ്ഡ് കോമഡി ദുബായ് കേന്ദ്രീകരിച്ച് ചെയ്ത ഒരു പടമുണ്ട്. എന്തായാലും ഫാമിലിയായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറേ കോമഡി ഫീൽ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി സ്റ്റാറുകൾ കുറച്ചുകൊണ്ട് ദുബായിലായതുകൊണ്ട് സ്റ്റാറുകൾ കുറച്ചുണ്ട്. പിന്നെ ഉർവശിയുടെ അഭിനയം, മുകേഷിൻ്റെ അഭിനയം ഇതൊക്കെ എടുത്തു പറയാവുന്നതാണ്. നല്ലതായിട്ട് ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു പടം, നല്ല സിനിമയാണ്. ദുർഗ വന്നതും എല്ലാ നമ്മുടെ അതേപോലെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഫാമിലിയോടുകൂടി ഫാമിലി വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുകയായിരുന്നു. എല്ലാവരും ഫാമിലിയോട് കൂടി, എസ്പെഷ്യലി അമ്മല്ലേ അമ്മമാർ അല്ലെങ്കിൽ അമ്മയും അച്ഛനും മക്കളെ സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും വേണ്ടിയിട്ട് ഈ ഒരു പണം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ന്യൂ ജന്മം നമ്മുടെയൊക്കെ പഴയ മക്കളുണ്ടാകുന്നതായിരുന്നു. അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴത്തെ കുറിച്ചിട്ട് ഒരു ഫീല് വരാറില്ല. പക്ഷേ ഈ ഒരു പടം കാണുന്ന സമയത്ത് മനസ്സിലാവുന്ന ഇത്രത്തോളം നമ്മുടെ അച്ഛനമ്മയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടുകൂടി തന്നെ അതിൻ്റെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു യങ്ങർ ജനറേഷൻ്റെ ആ ഒരു വൈബും എല്ലാം നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയൽ ഫാമിലി എൻ്റർടൈനർ. യു ഹാവ് ടു വാച്ച് വിത്ത് യുവർ ഫാമിലി. സെയിം ലൈക്ക് വാട്ട് ദുർഗ and I really appreciate it. And I do my family. പടം വെറുതായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഒരു കോമഡി എൻ്റർടൈനറായിട്ട് നമുക്ക് കാണാം. അത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ധ്യാൻ്റെ എല്ലാ പടത്തിലുള്ള പോലെ തന്നെ ഒരു കോമഡി കാര്യങ്ങളായിട്ട് വന്നിട്ട്, പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ടു നിർത്തിയത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടു നിർത്തിയത്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാവുന്നൊരു മുതലുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ മുകേഷ്, ഉർവശി, അതേപോലെ തന്നെ ധ്യാൻ, ഇവർ മൂന്നുപേരാണ് ലീഡിങ് റോളുള്ളത്. പിന്നെ ഷൈൻ ടോം ചാക്ക ഉണ്ട്, അതേപോലെ തന്നെ ആലൻ ഫിയർ ഉണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കയ്ക്കൊന്നും ഇതിനധികം റോളില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഉള്ളത് പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പടത്തിലുള്ള നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ആലൻ ഫിയർ എല്ലാം നല്ല ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ പുള്ളിയുടെ ആക്ടിങ്ങും എല്ലാ കാര്യങ്ങളും രസമായിട്ട് തോന്നുന്നു. എന്തായാലും തിയേറ്റർ വാച്ചുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ധൈര്യമായിട്ട് ഫാമിലിക്ക് കയറാമെന്ന് പറയും. ഏത് ജോണിൽപ്പെട്ട മൂവിയാണ്? കോമഡി, സെൻറ്റിമെൻ്റൽ, ഫാമിലി എൻ്റർടൈൻ. കോമഡി ഫസ്റ്റ് ഹാഫ്, രണ്ടാമത്തെ അർത്ഥമാണ് സിനിമ. എല്ലാവരും ഫാമിലി പടമാണ്. എല്ലാവരും പിടിച്ചിരുന്ന അങ്ങനെയാണ്. ലാഗൊന്നും അങ്ങനെയില്ല. സെക്കൻഡ് ഹാഫിനെക്കാളും കൂടുതൽ കുറച്ചുകൂടെ ഫ്ലോ ആയിട്ട് തോന്നുന്നു ഫസ്റ്റ് ഹാഫാണ്. വെജു താഴ്ന്നേരയാണ്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഡിഫൻസ് മേഡാണ് ഫസ്റ്റ് ഹാഫ് തകർന്നത്. ഞാൻ ആക്ട് യൂസ് ഞാനും ദുർഗയും കോമ്പിനേഷൻ ഇത് കുറേ നാളായി. സിനിമ കണ്ട് കുറേ നാളായി. കണ്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ പോയാൽ